ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 2:35 ആയപ്പോൾ നമ്മളിപ്പോൾ ബയോളജി ക്ലാസ് കാണാനിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയൊരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാലഞ്ച് എഫ്എസിൻ്റെ ചെറിയൊരു സ്റ്റഡി വ്ളോഗുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമിനറിൻ്റെ ക്ലാസ്സാണ് കാണുന്നുള്ളത്. എന്തുകൊണ്ട് എക്സാമിനർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. നമ്മൾ സൈലം ഞാൻ കാണാറുണ്ട്, സൈലത്തിൽ അസ്ത്ര വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എക്സാമിനറിൻ്റെ ക്ലാസ്സും കൂടി കാണാമെന്ന് വിചാരിച്ചു. എനിക്ക് ബയോളജിയിൽ മനസ്സിലാവാത്തൊരു പാഠമായിട്ടുള്ള നമ്മുടെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബയോളജിയിൽ പാഠമാണ് ഞാനിപ്പോൾ പഠിക്കുന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് ടൈം നോക്കിയപ്പം സമയം 7:05 ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ ബ്രേക്കൊക്കെ എടുത്തു കേട്ടോ. അപ്പം പുറത്ത് വന്നപ്പം സ്റ്റാർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മളിപ്പം നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് നമ്മളിപ്പം നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടത്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയില്ല, നമ്മുടെ റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സിൽ ഇതേ കണ്ടോ, നമ്മുടെ ഫൂഫു സാറും അമീൻ സാറും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. നമ്മുടെ സൈലത്തിലെ ഫാക്കൽറ്റീസാണ് ഇവർ രണ്ടുപേരും, നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചാലഞ്ച് എഫ്എസിന് വേണ്ടി നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാലഞ്ച് എഫ്എസിൽ ചെറിയ മാറ്റം വന്നത് നിങ്ങൾ അറിഞ്ഞു കാണും. ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇംഗ്ലീഷ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടേമിൻ്റേത് മാത്രമാണ് ഞാൻ വായിക്കുന്നുള്ളത്. ഈ ഒരു വ്ളോഗ് ഇന്നലെ നടന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇംഗ്ലീഷ് വായിക്കാനുണ്ട് സെക്കൻഡ് ടേമിൻ്റെ. അത് ഞാൻ എന്തായാലും വ്ളോഗ് ഇടുന്നില്ല. നാളത്തെ അതായത് ഹിന്ദിയുടെ ഒരു വ്ളോഗായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. അപ്പോൾ സമയം ഓൾമോസ്റ്റ് 10:25 ആയപ്പോൾ നമുക്ക് ടെക്സ്റ്റൊക്കെ ഓൾമോസ്റ്റ് വായിച്ച് തീർന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ടേം വായിച്ച് തീർന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് അടച്ചൊക്കെയാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ പാർട്ട് 2-ൽ എനിക്ക് പോയട്രി അത്യാവശ്യം ടഫാണ്, അതുകൊണ്ട് പോയട്രി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സൈഡിലേക്ക് വെച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ നോട്ട് ബുക്ക് എടുക്കുകയാണ്. നോട്ടിൽ ഇഷ്ടംപോലെ അപ്രിസിയേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് പഠിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അപ്പോൾ നമുക്കിപ്പോൾ അപ്രിസിയേഷനിലേക്ക് എത്തിയപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്നൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ ജസ്റ്റ് എന്തൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതേപോലുള്ള സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിച്ച് നമ്മുടെ അപ്രിസിയേഷൻ്റെ കീ പോയിൻറ്റ്സൊക്കെ സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീ പോയിൻറ്റ്സ്, നമ്മുടെ അപ്രിസിയേഷൻ്റെ കീ പോയിൻറ്റ്സ്, റൈറ്റർ, ആ അപ്രിസിയേഷൻ്റെ മെയിൻ പോയിൻറ്റ്സൊക്കെ നമ്മൾ അതിൽ എഴുതി വെച്ചാൽ പിന്നീട് നമുക്ക് മൊത്തം അപ്രിസിയേഷൻ പഠിച്ചതിന് ശേഷം എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അതൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് സിമ്പിളാകും. ജസ്റ്റ് ഒരു ടിപ്പാണ്, ബോണസ് ടിപ്പാണ്. നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നോട്ടും കൂടി പകുതി വായിച്ചിട്ടുണ്ട്. നോട്ട് ഫുള്ളായിട്ടുണ്ട് അപ്രിസിയേഷൻസൊക്കെ. 11:08 ആയപ്പോഴാണ് ഇത് മൊത്തം ഫിനിഷ് ആയത്. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി ഇവിടെ കഴിയാണ്. അപ്പം ഇത് കണ്ടില്ലേ, എനിക്കിപ്പം അതിൽ കാണുമ്പോൾ നമ്മുടെ സ്റ്റിക്കി നോട്ടിൽ എന്തെങ്കിലും എഴുതി ഒട്ടിച്ച് വെക്കാൻ തോന്നി. അതുകൊണ്ട് ഞാനിപ്പോൾ ചാലഞ്ച് എഫ്എസ് എന്ന് എഴുതി ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ചാലഞ്ച് എഫ്എസ് എന്ന് എഴുതി അവിടെ ഒട്ടിക്കാണ്. അപ്പം ഈ ഒരു ചെറിയൊരു സ്റ്റഡി വ്ളോഗ് ഇവിടെ കഴിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ അഭിനവിക്ക്.